നിറഞ്ഞ ഗുരുക്കന്മാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്ര ജാതകർക്ക് വ്യാഴമാറ്റത്തിന്റെ ശുഭ ദുഃഖ സാത്വികമായ നല്ല ഭാഗ്യ അനുഭവങ്ങളെ പറ്റിയാണ്. അശ്വതി നക്ഷത്രം മേടൻ രാശിയിലാണ് നിൽക്കുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് വ്യാഴൻ മേടക്കൂറിന്റെ രണ്ടാം ഭാവമായ ഇടവത്തിൽ സഞ്ചരിക്കുന്നു. രണ്ടാം ഭാവം കൊണ്ട് ധനം, കുടുംബം, കീർത്തി, ശ്രേയസ്, വിദ്യ, കുടുംബസുഖം, ഭാര്യാഭർത്തൃ സൗഖ്യം, ബന്ധുജന സൗഖ്യം, സഹോദര സൗഖ്യം, അതുപോലെ മറ്റു ജനങ്ങളുമായുള്ള സൗഭാഗ്യം, കച്ചവട ലബ്ധി, കച്ചവട ഐശ്വര്യം, കച്ചവട സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ, അതിൽ നിന്നുള്ള വരുമാനങ്ങൾ, ഇവയെല്ലാം നമുക്ക് ചിന്തിക്കാം. അപ്പോൾ വ്യാഴൻ കുറച്ചു കാലമായി ലഗ്നത്തിൽ നിന്നതിനേക്കാളും, അതായത് മേടൻ രാശിയിൽ നിന്നു അതിനേക്കാളും രണ്ടിൽ വരുന്നത് ഇവർക്ക് വളരെ ഭാഗ്യ ഐശ്വര്യത്തെ കൊടുക്കും. ഗ്രഹം വയ്ക്കുവാനും വിദ്യാർത്ഥികൾക്ക് വിദ്യയ്ക്ക് ഏറ്റവും ഉത്തമമായ കാലഘട്ടമാകുന്നു. രക്ഷകർത്താക്കളുടെ സഹായം കൂടെ ഉണ്ടായാൽ നല്ല ട്യൂഷനും നല്ല ഗുരുക്കന്മാരെയും കണ്ടെത്തി ടെക്നിക്കൽ സംബന്ധിച്ചുള്ള വിദ്യാഭ്യാസം ഇവർക്ക് നടത്തുകയും അവർക്ക് വേണ്ടിയുള്ള കാലഘട്ടം ഏതാണ്ട് അടുത്തു വരികയാണ്. അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയ സ്ത്രീ പുരുഷ ഭേദമന്യേ അവർക്ക് വിവാഹത്തിനും അനുകൂലമായ കാലഘട്ടമാകുന്നു. അവർക്ക് കുടുംബ സംബന്ധമായ സ്വത്തുകൾ കിട്ടുന്നതിനും അനുകൂലമായ സമയം. എന്തെങ്കിലും കുടുംബ വഴക്കുകളോ വല്ലതും കിട്ടാനുള്ള താമസമോ ഉള്ളവർക്കും ഈ കാലഘട്ടത്തിൽ കിട്ടുന്നതാണ്. ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മുതൽ അവർക്ക് ഗ്രഹം നന്നാക്കാനോ വാങ്ങാനോ വയ്ക്കുവാനോ ഉള്ള യോഗമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വിദ്യയിൽ വലിയ മാർക്ക് വാങ്ങിക്കുവാനുള്ള ശ്രമം നടത്തുന്നത് വളരെ ഉത്തമം. അതിനു വേണ്ടിയുള്ള പരിശ്രമം അവരെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും പ്രായമായവർക്ക് 21-25 സാങ്കേതിക വിദ്യ പഠിക്കുന്നവർക്ക് പഠന പൂർത്തീകരണവും നല്ല മാർക്കും അവർക്ക് വിവാഹാദി യോഗത്തിനുള്ള അവസരവുമാകുന്നു. പുരുഷന് 26 ശേഷം ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ 25-26 ആയ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് പ്രൊമോഷൻ, തൊഴിൽ സംബന്ധമായ ഉയർച്ച, ഭാഗ്യ ഐശ്വര്യങ്ങൾ എന്നിവയെല്ലാം കൈ വരേണ്ട സമയമാകുന്നു. അതുപോലെ കുടുംബദേവതയുടെ സഹായവും സാന്നിധ്യവും പൂർവ്വ കുടുംബ ഐശ്വര്യവും ഭാഗ്യവും അവരുടെ കടാക്ഷവും ഇവർക്ക് ലഭിക്കുന്നതാണ്. പൊതുവെ മേടക്കൂറുകാർക്ക് ഭാഗ്യ ഐശ്വര്യങ്ങൾ, ധനലാഭം, കുടുംബ ശ്രേയസ്, കുടുംബ കീർത്തി, ഭാഗ്യ ഐശ്വര്യം, ധനലാഭം എന്നിവ ഉണ്ടാകും. ശനി കുംഭത്തിൽ നിന്ന് മേടത്തിലേക്ക്, അതായത് അവരുടെ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് കാര്യങ്ങൾക്കെല്ലാം ഇന്ന് നടക്കേണ്ട കാര്യങ്ങൾ ഇവരുടെ മടി കാരണം 2-3 ദിവസം കഴിഞ്ഞ് നടക്കും. അതുപോലെ തന്നെ ഇവർക്ക് യാത്ര സംബന്ധിച്ച് ധനം സമ്പാദിക്കാനുള്ള ഭാഗ്യങ്ങളും കാണപ്പെടുന്നു. വിദേശവാസം ഉദ്ദേശിക്കുന്നവർക്ക് വിദേശത്ത് പോകുന്നത് നന്നായിരിക്കും. പണം ചിലാക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഡെപ്പോസിറ്റുകൾ കെട്ടിവയ്ക്കുക, അതെല്ലാം അത് നിയമപരമായോ അല്ലെങ്കിൽ വിശ്വസ്തരിൽ നിന്നുള്ള അഭിപ്രായം അറിഞ്ഞിട്ട് ചെയ്തുകൊള്ളുക. അതുപോലെ തന്നെ പ്രായമായവർക്ക് രോഗദുരിതങ്ങൾക്കും ഒരു ശാന്തി വരുന്ന കാലഘട്ടമാകുന്നു ഇപ്പോൾ. മേടൻ രാശിക്കാർ അശ്വതി നക്ഷത്രത്തിലെ മേടൻ രാശിക്കാരുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. പൊതുവെ അശ്വതി നക്ഷത്ര ജാതകർ സത്യസന്ധരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ആയിരിക്കും. അവർ സ്നേഹത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അവരെ സ്നേഹിച്ചാൽ അവർ കുടുംബത്തെ പൊന്നുപോലെ സ്നേഹിക്കുന്നവരായിരിക്കും. സ്ത്രീ പുരുഷ ഭേദമന്യേ അവരുടെ ദാനശീലവും അതുപോലെ തന്നെ കുടുംബമഹിമ ഉയർത്തുവാനുള്ള അവരുടെ ശ്രമവും പരിശ്രമവും എല്ലാം വളരെ നന്നായിരിക്കും. ബാങ്ക്, സ്കൂള്, കോളേജ് നേഴ്സിംഗ് എന്നിങ്ങനെയുള്ള മേഖലകളിലുള്ളവർക്ക്
സാമ്പത്തികമായ നേട്ടങ്ങളും സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങളും ലഭിക്കും. അതുപോലെ കലാകായികം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്കും കാലം വളരെ അനുകൂലമാകുന്നു. അതുപോലെ തന്നെ എഴുത്തുകാർ, അഭിനയക്കാർ, ഗാനരചയിതാക്കൾ ഇവർക്കെല്ലാം കാലം വളരെ അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്നു. പൊതുവെ 2024 മെയ് 1 ശേഷം ഇവർക്ക് വളർച്ചയുടെയും അഭിവൃദ്ധിയുടെയും കാലഘട്ടമാകുന്നു. ഇവർക്ക് പൊതുവെ സാമ്പത്തിക നേട്ടങ്ങൾ എല്ലാ തൊഴിൽ മേഖലകളിലും നടത്തുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കും. അതുപോലെ തന്നെ തൊഴിൽ തേടി നടക്കുന്നവർക്കും ഏതെങ്കിലും രീതിയിൽ ചെറിയ അവരെ കഴിവിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുകയും അതിൽ നിന്നുള്ള ധനസമ്പാദ്യത്തിനും വളരെ അനുകൂല സമയമാകുന്നു. ഇവർ കേതു ദശയിലാണ് ജനിക്കുന്നത്. അത് കഴിഞ്ഞാൽ ശുക്രദശ, കേതു 7 കൊല്ലം, അത് കഴിഞ്ഞാൽ ശുക്രദശ 20 കൊല്ലം, അത് കഴിഞ്ഞാൽ ആദിത്യൻ 6 കൊല്ലം, ചന്ദ്രദശ 10 കൊല്ലം, ചൊവ്വാദശ 7 കൊല്ലം, രാഹുർ ദശ 18 കൊല്ലം, 16 കൊല്ലം വ്യാഴം, അത് കഴിഞ്ഞാൽ 19 കൊല്ലം ശനി. ഇങ്ങനെ അവരുടെ ദശാനാഥന്മാർ പോകുന്നു. അതായത് ദശകൾക്കനുസരിച്ചുള്ള കാലഘട്ടങ്ങളിൽ നല്ലതും അഴുക്കയും ഉണ്ടാകും. എങ്കിലും പൊതുവെ രാശിഫലം അനുസരിച്ച് മേടക്കൂറിൽപ്പെട്ട അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വർഷം ഏറ്റവും ഉത്തമമായ സമയമാകുന്നു. അവർ അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള എല്ലാ നേട്ടങ്ങളും ഫലങ്ങളും അനുഭവിക്കാനുള്ള യോഗം ദൈവം തരും. ഇവർക്ക് വേണ്ടി മഹാവിഷ്ണുവിന് പാൽപായസവും ശിവന് ജലധാരയും ഹനുമാൻ ക്ഷേത്ര ദർശനവും ശനീശ്വരന് വേണ്ടി ശാസ്താവിന് നീലാഞ്ജനവും നൽകുക, ദേവീക്ഷേത്രത്തിൽ അർച്ചന ആരാധനകൾ നടത്തുകയും മഹാഗണപതിക്ക് തേങ്ങയടിച്ച് ഇവരുടെ എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും മാറ്റുവാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ തൽക്കാലം നിർത്തുന്നു. ഞാൻ മലയൻകീഴ് പുരുഷോത്തമൻ.